ആറ്റുകാൽ ഭഗവതിയുടെ സഹോദര സ്ഥാനമാണ് മണക്കാട് ശാസ്താവിന് നൽകിയിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ 10ാം നാൾ ആറ്റുകാലമ്മ സഹോദരനെ ശ്രീകോവിലിനുള്ളിൽ കയറിച്ചെന്ന് കണ്ടു മടങ്ങുന്ന മുഹൂർത്തമാണിത്. കുംഭമാസത്തിലെ ഉത്രം നാളിൽ സമാപിക്കത്തക്ക വിധമാണ് ആറ്റുകാലിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ 5ാം ഉത്സവ ദിവസം സഹോദരനായ മണക്കാട് ശ്രീ ധർമ്മശാസ്താവ് ചേച്ചിയെ കാണാൻ 3 മണിയോടുകൂടി ആറ്റുകാൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. അവിടെ ഭഗവാന് വലിയ വരവേൽപ്പും മറ്റും ക്ഷേത്ര ഭരണസമിതിയും ഭക്തരും എല്ലാം ചേർന്ന് നൽകും. പക്ഷേ വരുന്ന സമയം ഭഗവതിയുടെ തിരുനട അടച്ചിരിക്കുന്നതിനാൽ ചേച്ചിയെ കാണാൻ കഴിയാതെ വിഷമത്തോടെ പിണക്കത്തിൽ ഭഗവാൻ അവിടെ നിന്നും മടങ്ങും. ആ പിണക്കം മാറ്റാനാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ 9ാം നാൾ മക്കളർപ്പിക്കുന്ന പൊങ്കാലയെല്ലാം സ്വീകരിച്ച് മക്കളെയെല്ലാം അനുഗ്രഹിച്ച് കുത്തിയോട്ട ബാലന്മാരെയും കൂട്ടി ക്ഷേത്രത്തിന് പിന്നിലെ വാതിലിലൂടെ അമ്മ വാദ്യമേളങ്ങളോടെ പുറത്തെഴുന്നള്ളി ഘോഷയാത്രയായി മണക്കാട് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. സൂര്യോദയത്തിന് മുൻപ് മടങ്ങി എത്താനാണ് അമ്മയുടെ ശ്രമം എങ്കിലും വഴിനീളെ മക്കൾ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ സ്വീകരിച്ച് അമ്മ സഹോദരൻ്റെ അരികിൽ എത്തുമ്പോൾ തന്നെ നേരം പുലരാറുണ്ട്. ഇത്തവണയും അതുതന്നെ ഇവിടെ സംഭവിക്കുന്നു. വളരെ വൈകി അമ്മ സഹോദരൻ്റെ സന്നിധിയിൽ നിന്നും മടങ്ങി ആറ്റുകാലിലേക്ക് പോകുന്ന നിമിഷങ്ങളാണിത്. ക്ഷേത്രത്തിൽ ദേവി എത്തിച്ചേരുന്നതോടെ കുത്തിയോട്ടക്കാർക്കും താലപ്പൊലിക്കാർക്കും വ്രതം അവസാനിപ്പിച്ച് മടങ്ങാം. അത്താഴപൂജ കഴിഞ്ഞ് കാപ്പ് അഴിക്കുന്നതോടെ ക്ഷേത്രനട അടയ്ക്കും. പിന്നെ ഭഗവതിക്ക് പള്ളിയുറക്കമാണ്. അമ്മേ ശരണം.